രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് കമ്മീഷൻ ആണോ കമ്മിറ്റി ആണോ എന്നുള്ള തുടക്കത്തിൽ ഇത് കമ്മിറ്റിയാണ്, ഇത് കമ്മീഷൻ അല്ല. കാര്യം കമ്മീഷന് കുറച്ചുകൂടെ വിപുലമായ അധികാരങ്ങളുണ്ട്. എന്നാൽ കമ്മിറ്റിയുടെ സ്കോപ്പ് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. ഒരുപക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ആശാ മാഡത്തിന് അത് പറയാൻ കഴിയുമായിരിക്കും. അതുകൊണ്ട് അത് കമ്മിറ്റിയാണ് എന്ന്, അതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടെന്നല്ല. കമ്മിറ്റി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും പ്രാധാന്യമുള്ള റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അല്ല, ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊക്കെ നമ്മൾ മുൻപേ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇതൊരു കമ്മീഷൻ ആയിരുന്നു, പിന്നീട് ഒരു കമ്മിറ്റി എന്നുള്ളതാണ്. ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ഹേമ കമ്മീഷൻ എന്ന് തന്നെയാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് കമ്മിറ്റി എന്ന് കേട്ടു തുടങ്ങിയത്. അതും നേരത്തെ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായോ സ്വാഭാവികമായോ വന്നതാണ് ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞോളൂ. ആദ്യം മുതലേ നമ്മളടക്കമുള്ള സാധാരണക്കാർക്ക് അതൊരു തെറ്റിദ്ധാരണ വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മിറ്റി അങ്ങനെ ആവട്ടെ, നമ്മളൊക്കെ നിഷ്കളങ്കരാണല്ലോ. അതിലേക്ക് വന്നോട്ടെ. ഇനി രണ്ട് ആണെങ്കിലും അല്ലെങ്കിലും, കമ്മിറ്റി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം നമുക്കെല്ലാം അറിയുന്ന പോലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ മേഖലയിലും ഉള്ളതുപോലെ നമ്മുടെ സിനിമാ മേഖലയുണ്ട്. സിനിമാ മേഖലയെ മാത്രമായിട്ട് നമ്മൾ ഒരു കരിവാരത്തേക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സിനിമാ മേഖലയിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സഹോദരിമാരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നുണ്ടെങ്കിൽ തടയണം. പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രധാന പ്രശ്നം കമ്മിറ്റി കണ്ടെത്തിയ ഫൈൻഡിങ്സും ആ ഫൈൻഡിങ്സിന് മേലുള്ള ആക്ഷനും. ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഫോക്കസ് നൽകേണ്ടത്. ആരുടെയും സ്വകാര്യത, സ്ത്രീയുടെയും പുരുഷന്റെയും സ്വകാര്യത ലംഘിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കല്ല. പകരം ആരെയും കരിവാരത്തേക്കാനല്ല. ഭാവിയിലേക്ക് നമുക്കൊരു പ്രോസസ്സ് വേണം, പ്രൊസീജിയർ വേണം. ഈ കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. പക്ഷെ സിനിമാ മേഖലയുടെ അടക്കമുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും സിനിമാ മേഖലയെ തന്നെ കരിവാരത്തേക്കാൻ പോകുന്ന ഒരു കാര്യമായി ഇത് മാറുമോ എന്ന ആശങ്ക അവരിൽ ചിലർക്കുള്ളത് ഒരിക്കലും നമുക്ക് രാഹുൽ ഈശ്വർ, ഈ പറയുന്ന സ്വകാര്യതയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഹൈക്കോടതിക്ക് കൃത്യമായ ബോധ്യവും ഉള്ളത് കൊണ്ടാണല്ലോ ഇത് പുറത്തുവിടാമെന്ന തീരുമാനമെടുക്കുന്നത്. അത് അവിടെ കഴിഞ്ഞു അല്ലെ? നിയമപരമായി അത് പുറത്തുവിടാമെന്ന തീരുമാനം സംസ്ഥാനത്തെ ഏറ്റവും അധികാരമുള്ള ഒരു കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതിനുശേഷമാണ് രഞ്ജിനിയുടേതായ ഒരു പരാതി പോകുന്നത്. ആ സമയത്ത് സർക്കാർ സംവിധാനം ആകെ വളരെ പ്രൊആക്റ്റീവായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ ഹർജിയിൽ കൂടി തീരുമാനം വന്നിട്ട് മതി എന്ന്. എന്തിനാണ്? കോടതിയുടെ ഡയറക്ഷൻ ഇല്ല. അല്ല, ശ്രീ പിണറായി വിജയൻ സർക്കാരിനോടും LDF സർക്കാരിനോടും പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ശ്രീ പിണറായി സർക്കാർ ആകട്ടെ, ശ്രീ സജി ചെറിയാൻ മന്ത്രിയാകട്ടെ, അവധാനതയോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്. അതായത് ഇത് ഗാലറിക്ക് വേണ്ടി കളിക്കാനും ഇറങ്ങി സിക്സ് അടിക്കാനും ഒക്കെ നല്ല വിഷയമാണ്. ഏതെങ്കിലും രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യാനും കയ്യടി നേടാനും നല്ല വിഷയമാണ്. ഗാലറിക്ക് വേണ്ടി കളിക്കണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ ഹൈക്കോടതി ഗാലറിക്ക് വേണ്ടിയിട്ടല്ലോ ആ വിധി പറഞ്ഞത്. അല്ലല്ലോ, ഹൈക്കോടതി ഗാലറിക്ക് വേണ്ടിയല്ല. ഹൈക്കോടതി അത് നീതിയാണെന്ന് കണ്ട് അത് വിവരാവകാശത്തിന്റെയും ജനങ്ങളുടെ അവകാശത്തിന്റെയും അറിയാനുള്ള അവകാശത്തിന്റെയും ഭാഗമാണെന്ന് കണ്ട് പുറത്തുവിടാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇത്രയധികം വിഷമത്തോടെ അല്ലെങ്കിൽ ഇത്രയധികം എന്റെ കാര്യം എന്ന രീതിയിൽ ഒരു ഹർജി അവിടെ പോയിട്ടുണ്ട്. എന്നാ പിന്നെ അതുകൂടി ആവട്ടെ എന്ന് കാണേണ്ടുന്ന പരിണാമ സ്വഭാവം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചത്. അങ്ങനെയല്ല ശ്രീമതി മാധു മനസ്സിലാക്കേണ്ടത്. സജി ചെറിയാൻ സാറിന്റെ പത്രസമ്മേളനവും ഇന്ററാക്ഷനും മുഴുവനായും ഞാൻ കണ്ടു. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടവും ബഹുമാനവുമാണ് തോന്നിയത്. ഒരു പത്രക്കാരൻ ചോദിച്ചു, സാർ ബിംബങ്ങൾ ഉടയുമല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഏത് ബിംബത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഞാനിത് വാർത്ത കേട്ടിട്ടില്ലോ. പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഇത് വലിയൊരു പൊട്ടൻഷ്യൽ ന്യൂസ് ആണ്. പക്ഷേ സിനിമാ ഇൻഡസ്ട്രിക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് കോഷ്യസ് ആയി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് സജി ചെറിയാൻ കാണുക ഉണ്ടാകുന്നത്. ഈ വിഷയം പ്രാധാന്യമുണ്ട് ഇല്ലെന്ന് ആരും പറയില്ല. പക്ഷേ ആ വിഷയത്തെ സമീപിക്കുന്ന രീതി അവധാനതയോടുകൂടി ആകണം. അത് സജി ചെറിയാൻ മന്ത്രി അവധാനതയോടുകൂടി സമീപിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബറിൽ ഒരു വലിയ കോൺക്ലേവ് നടക്കുന്നുണ്ട്, കോൺക്ലേവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ കോൺക്ലേവിൽ CPM-ഉം കോൺഗ്രസും BJP-യും അടക്കം അല്ലെങ്കിൽ മുസ്ലിം ലീഗും അടക്കം എല്ലാ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് ഒരു നിയമനിർമ്മാണമാണ് വേണ്ടത്. പകരം നമ്മൾ ചാനലുകളിൽ ആർക്കാണ് പേടി, ഏത് ബിംബം നശിക്കും, ഈ വിഗ്രഹം ഇല്ലാതെ ബിംബം കുറയുമോ ബിംബം നശിക്കുമോ എന്നൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അത്തരം കാവ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ചോദിച്ച ആർക്കെങ്കിലും ഈ ബിംബങ്ങളെ പറ്റി വല്ല അറിവുമുണ്ടായിരിക്കും, നമുക്കില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പരാതി കൊടുക്കുന്നവർക്ക് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ വ്യക്തിഹത്യാപരമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുന്നവർക്ക് ഏത് ബിംബങ്ങളെ കുറിച്ചാണോ അറിവ് എന്നുള്ളതാണ് ആകാംക്ഷ. നേരെ തിരിച്ച് ഇത് ആരെ കുറിച്ചും ആകാം. ഞാൻ എന്നെ ഉദാഹരണം വെച്ച് പറയാം. അത് എന്നെ ഉദാഹരണം വെച്ച് പറയാം. രാഹുൽ ഈശ്വർ തൽക്കാലം എന്റെ പേരിൽ എന്തായാലും റിപ്പോർട്ടിലില്ല. ഞാൻ സിനിമാ മേഖലയുള്ളവരില്ല. എങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ അറിയുക? ഇല്ലെന്ന് എങ്ങനെയാണ് അറിയുക? ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാഹുൽ ഈശ്വറായ എന്നെ കുറിച്ച് ഒരു വ്യാജ ആരോപണം വന്നു എന്നിരിക്കട്ടെ. അതെന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ എനിക്കെതിന് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ക്രൈം ഉണ്ടാകുമെന്ന് നമുക്ക് ഗണിച്ചറിയാൻ കഴിയില്ല. റിപ്പോർട്ട് പുറത്തു എന്റെ പേരിൽ മോശം പരാമർശം ഉണ്ടാകും എന്ന് ചിന്തിക്കണമെങ്കിൽ തലയിലേക്ക് തൂവല് പരാതി ആയിക്കൂടെ? നമ്മളത് വിജയബാബുവിന്റെ കേസിൽ കണ്ടില്ല. അല്ല, അങ്ങനെ വ്യാജ പരാതി ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. രാഹുൽ അവിടെ നിൽക്കട്ടെ. വ്യാജ പരാതി ആണെങ്കിലും എന്റെ പേരിൽ ഉണ്ടായിക്കൂടാ എന്ന് വിചാരിക്കേണ്ട തരത്തിലുള്ള ആശങ്കയും ആകാംക്ഷയും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരു മിനിറ്റ്, ഞാൻ വരാം ശ്രീ രാഹുൽ ഈശ്വർ.